ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് സാറ്റർഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്. April 12 എനർജിയാണ്. അപ്പോൾ ഇന്ന് ഫുൾ മൂണാണ്, പൗർണമിയാണ്. അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം മൂൺലൈറ്റായിട്ട് കണക്ട് ചെയ്യുക. അതെല്ലാം നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. പെട്ടെന്ന് നാട്ടിലോട്ട് വന്നപ്പോൾ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കുറച്ച് എന്താ പറയുക, ഹെൽത്ത് കുറച്ചൊന്ന് ഡൗൺ ആയി പോയി. അതുപോലെ തന്നെ സൗണ്ടും കുറച്ചൊന്ന് ബെറ്ററായിട്ട് വരുന്നുണ്ട്. ചില സമയങ്ങളിൽ ഓക്കെ ആകും, പിന്നെയും നമ്മൾ പുറത്തിറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ പിന്നെയും സൗണ്ട് പ്രോബ്ലം, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അത് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുമായിരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട്. ഈ പ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് ബോഡി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് ഈ പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു സെൻസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ പരിമിതമായിട്ടുള്ള ഒരു സ്പേസിലിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഈശ്വരൻ ഇതുവരെ സഹായിച്ചിട്ടുണ്ട്. മുന്നോട്ടും അത് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് എൻ്റെ ഓൺ ആകുന്നുണ്ട്. എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതും നാളെ, അതായത് സൺഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഭാവിയിൽ കുറേ കൂടെ എക്സ്പാൻഷൻ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനും നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആവശ്യമാണ്, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാം നല്ലതായിട്ട് വരട്ടെ. അപ്പോൾ ഇത്രയാണ് എൻ്റെ വിശേഷങ്ങൾ വന്നിട്ട്. ഇനി നമുക്ക് പായൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ എനർജി എന്താണെന്ന്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പൗർണമിയാണ്, ഫുൾ മൂണാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫുൾ മൂണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസാണ്. അതിനുശേഷം ഇന്നത്തെ ഗൈഡൻസ് നോക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് ഓപ്പർച്യൂണിറ്റി, എന്ത് അവസരങ്ങൾ, അല്ലെങ്കിൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നതെന്ന്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഫുൾ മൂൺ എനർജി എന്താണ്? താങ്ക് യു. ഡയറക്ഷൻ ഗാർഡിയൻ, ചൂസ് യുവർ പാത്ത്. കുറച്ച് പേർക്ക് വഴികാട്ടിയുടെ എനർജിയാണ്. ഒരു വ്യക്തി, ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒരു കറക്റ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ്, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ ഒരു എനർജിയാണ്. അത് നിങ്ങളെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ചോയ്സസ് എടുക്കാനായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹയർ പെർസ്പെക്റ്റീവ്, അതിൻ്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലാക്കി തരാനായിട്ട് എനർജീസ് പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അബണ്ടൻസ്, മണി, ഫിനാൻസ്, പ്രോസ്പെറിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജിയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാത്ത് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകുന്നതാണ്. അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ, കറക്റ്റായിട്ടുള്ള പാത്ത് വഴി നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പ്രോസ്പെറിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ കണ്ടോ, ഡ്രീം ആൻഡ് ജേർണി. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാനായിട്ടുള്ളത്, നിങ്ങളുടെ ഡെസ്റ്റിനി, അതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആണ്. ഒത്തിരി നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ട്രാവൽ ആയിരിക്കാം. കുറച്ച് പേർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിക്കാത്ത പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ആ ഒരു യാത്ര നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ്. ഒത്തിരി മാറ്റങ്ങൾ, ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഡെസ്റ്റിനി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ്. ബാക്കിൽ കണ്ടോ, സേജ്, ബി ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ്. ഒത്തിരി സ്പിരിച്വൽ എനർജിയും കാണുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗുരുക്കന്മാരുടെ ഒത്തിരി സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ
മഹാവിഷ്ണുവിൻ്റെ, കൃഷ്ണൻ്റെ ഒക്കെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ കുറച്ചും കൂടെ സ്നേഹം, കമ്പാഷൻ കൊണ്ടുവരാനായിട്ടും ഈ ഒരു എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിലും ഗാർഡിയൻ ഏഞ്ചലാണ്. യു ആർ നോട്ട് അലോൺ. നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഹയർ ഫോഴ്സസ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ബാക്കിൽ സേജസ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് പൂർവികരുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പുണ്യം അത് നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം. നെക്സ്റ്റ് നമുക്ക് മൂൺ എനർജി നോക്കാം. താങ്ക് യു. പാൽ നമ്പർ 1. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. എഗെയിൻ നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സോൾ പർപ്പസ്, ഡെസ്റ്റിനി അതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. ഹോൾഡ് യുവർ വിഷൻ. കുറച്ച് പേര് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു ഫെയ്ത്ത്, വിശ്വാസം വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിനെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റിയിൽ ഒരു ബാലൻസ് ആണ്, കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സമൂഹ സേവനത്തിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ജോബായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ജോബായിരിക്കാം, അതായിരിക്കാം നിങ്ങളുടെ വിഷൻ, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ടാരോട്ട് കാർഡ്സ് നോക്കാം. ഫുൾ മൂൺ എനർജി എന്താണ്? താങ്ക് യു. പാൽ നമ്പർ 1ൻ്റെ ഓക്കെ. ഇവിടെ പേജ് ഓഫ് വോൺസ് ആണ്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. തൻ്റെ ഡ്രീംസ് അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജി ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് പേർക്ക് ക്ലാരിറ്റി, വ്യക്തതയാണ്. എഗെയിൻ പറഞ്ഞ പോലെ തന്നെ ഇല്യൂഷൻ, മായയിൽ നിന്ന് മാറിയിട്ട് ഗ്രോത്തിലോട്ട്, വളർച്ചയിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ടഫ് സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ഒരു എനർജി. കുറച്ച് പേർക്ക് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ടവർ, ഒത്തിരി ഷിഫ്റ്റ്, ഒത്തിരി മാറ്റങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഫുൾ മൂൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ, മുന്നോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത കാര്യങ്ങൾ, അതെല്ലാം നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം, സർപ്രൈസിൻ്റെ എനർജിയിലായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്കറിയാം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി നിങ്ങളിൽ നിന്നിട്ട് അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ കടുംപിടുത്തം പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒത്തിരി സയൻസ് നൽകിയിട്ടുണ്ടാകാം, പക്ഷെ പിന്നെയും നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടവർ മൂമെൻറ്റ്സ് വരുന്നുണ്ടാകാം. അപ്പോൾ പേടിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ പുതിയ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അടിത്തറ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുന്ന രീതിയിൽ നിങ്ങളെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൽ ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഒരു ഷിഫ്റ്റ്, മാറ്റം, ഒരു പോസിറ്റീവ് എനർജി, ഹീലിംഗ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടു, ബാക്കിൽ ഏസ് ഓഫ് കപ്സ് ആണ്. ഒത്തിരി സ്നേഹം, കമ്പാഷൻ, പീസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് നോളേജ്, അറിവ്, വിദ്യയുടെ എനർജിയാണ്. അത് കുറച്ച് പേര് ഷെയർ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഫുൾ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ എന്ത് സെൽഫ് കെയർ റുട്ടീൻ, എന്ത് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് നോക്കുക. താങ്ക് യു. പാൽ നമ്പർ 1. ഡീപ്പ് ബ്രീത്തിങ്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും ടെൻഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്യൂഷൻ, മായ, അത് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര, നിങ്ങളുടെ ഹാർട്ട് സ്പേസ് എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യാനായിട്ടും ശ്രമിക്കുക.
വാച്ച് എ മൂവി വന്നിട്ട് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ എലോൺ ടൈം കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. മൂവി ത്രൂ ആയിരിക്കാം, എന്തെങ്കിലും ഡോക്യുമെൻ്ററി കാണുമ്പോഴായിരിക്കാം, എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേര് ഒത്തിരി സ്ക്രീൻ ടൈം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ടി വി കാണാനായിട്ടായിരിക്കാം, മൊബൈൽ യൂസ് ചെയ്യുന്നതായിരിക്കാം, ഇൻ്റർനെറ്റിൽ ഒത്തിരി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ക്ലോസ് ആയിട്ടുള്ളവർ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമാധാനം ലഭിക്കുന്ന എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ആ ഒരു കമ്പനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ബാക്കിൽ വന്നിട്ട് ബ്യൂട്ടി റിച്വലാണ്. നിങ്ങളെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ സെൽഫ് കെയർ എനർജിയായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ബോഡിക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ചും കൂടെ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി അത് നർച്ചർ ചെയ്യാനായിട്ട്, അതിൽ കുറച്ചും കൂടെ നിങ്ങൾ അറ്റൻഷൻ കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. ഓക്കെ, ലൈഫ് ഈസ് വാട്ട് യു മേക്ക് ഇറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ലൈഫിൽ മാറ്റങ്ങൾ, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കാരണം നമ്മളുടെ ഹാബിറ്റ്സ്, നമ്മളുടെ ഡെയിലി റുട്ടീനാണ് നമ്മളെ പോസിറ്റീവായിട്ട് മോൾഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഹെൽത്തി ബൗണ്ടറി അല്ലെങ്കിൽ നല്ല നല്ല എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ, ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ എനർജീസ് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ സാറ്റർഡേ എനർജീസ് എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 1. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി പാഷൻ കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള പാഷൻ ആയിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്യുന്നതായിട്ട്, ഒത്തിരി എനർജി അവിടെ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട്, ഒത്തിരി പ്രത്യാശയോടുകൂടി ഇരിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എനർജിയാണ്. മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹോപ്പ്, പ്രത്യാശ, ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നത്, മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ സപ്രസ് ചെയ്ത് വച്ചേക്കുന്ന കാര്യങ്ങളാണ്. വിട്ടുകൊടുക്കാതെ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ അമർത്തി വച്ചേക്കുന്ന പല എനർജീസാണ്. അത് പല രൂപത്തിൽ പൊങ്ങി വരാനായിട്ട്, നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊരു അറ്റൻഷൻ, കെയർ ഈ ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടോക്സിക് എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു 5 ഓഫ് കപ്സ്, അതുപോലെ തന്നെ 10 ഓഫ് കപ്സിൽ കുറച്ച് പേർക്ക് ഒത്തിരി ഹീലിംഗും കാണുന്നുണ്ട്. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം. ആ ഒരു എനർജീസിൽ ഒരു ഷിഫ്റ്റ്, മാറ്റം കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കാം. കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസിൽ ഹീലിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള എനർജി, നിങ്ങളുടെ കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബാലൻസ് ആയിരിക്കാം. ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു എനർജി, ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കുന്ന ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ മറികടക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ് എന്താണ്, ഓൾറെഡി ഉള്ള നന്മകൾ എന്താണ്, അത് തിരിച്ചറിയുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പേരോട് നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട്, ഫീലിങ്സ് ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ ദിവസം ഓവറോൾ ഒത്തിരി ഹീലിംഗ് എനർജിയാണ് കാണുന്നത്. പാസ്റ്റിലെ ഒത്തിരി കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പൗർണമിയാണ്, ഫുൾ മൂൺ ഡേ ആണ്. ഈ ഒരു എനർജി നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2 പാർട്ടായിട്ട് നമുക്ക് റീഡിങ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ എനർജി നോക്കാം, അതിനുശേഷം ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫുൾ മൂൺ എനർജി നോക്കാം. ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്ത് അവസരങ്ങൾ, എന്ത് ഓപ്പർച്യൂണിറ്റീസ്, എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത് പാൽ നമ്പർ 2യുടെ ലൈഫിൽ? താങ്ക് യു. ഈഗിൾ, സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ്. ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഉയർന്നു പറക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. എന്തെങ്കിലും ഫിയർ, പേടി, അതെല്ലാം മറികടക്കാനായിട്ടുള്ള ഒരു എനർജി കുറച്ച് പേരുടെ ഉള്ളിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജിയുമായിരിക്കാം. ഇവിടെ ഡ്രൂയിഡാണ്, ഹോൾഡ് ദ സ്പേസ്. എഗെയിൻ അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. പല രൂപത്തിലായിരിക്കാം ഈ ഒരു എനർജി വരുന്നത്. കുറച്ച് പേർക്ക് തൻ്റെ കരിയർ, തൻ്റെ പാഷൻ, മുന്നോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ഒരു ക്ലാരിറ്റി ആയിരിക്കാം. കുറച്ച് പേർക്ക് ആങ്കർ ഇഷ്യൂസിൽ ഒരു ബാലൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഫാമിലി, ആൻസിസ്ട്രി, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹീലിങ്ങിൻ്റെ എനർജി ആയിരിക്കാം. അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴെന്താണോ ലൈഫിൽ നടക്കുന്നത് അവിടെ തൻ്റെ എനർജി കൊടുക്കാനായിട്ട്, കുറച്ചുകൂടെ ഒരു സപ്പോർട്ടീവ് എനർജിയിലോട്ട് വരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കാം. ചുറ്റും എന്ത് സംഭവിച്ചാലും, ആൾക്കാർ എന്ത് പറഞ്ഞാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എന്തെങ്കിലും ഒരു എനർജി നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവായിട്ടുള്ള എനർജി അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട്, കുറച്ചും കൂടെ ഓപ്പൺ, മനസ്സ് തുറന്ന് അത് കേൾക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്കിൽ വന്നിട്ട് സേജാണ്, ബി ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ്. കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് പേർക്ക് തൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ തൻ്റെ ലൈഫിൽ കുറച്ചും കൂടെ അർപ്പണ മനോഭാവത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ്. തൻ്റെ ഗ്രോത്ത്, തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കാർഡ്സ് എടുക്കാം. താങ്ക് യു. താങ്ക് യു. Bring love into the situation. Healing ആണ്. You and your loved ones are safe. Again, എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ക്ലിയർ ആക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോം, നിങ്ങളുടെ ലവ്ഡ് വൺസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്ന ആ ഒരു സ്പേസിലായിരിക്കാം കുറച്ചും കൂടെ കംഫർട്ട്, കുറച്ചും കൂടെ പീസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. ഇവിടെ എ ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും എൻഡിങ് പീരീഡ് ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ രണ്ടിലും ന്യൂ മൂണിൻ്റെ എനർജിയാണ്, ന്യൂ ബിഗിനിങ്, ന്യൂ പാഷൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് പാസ്റ്റിലെ നിങ്ങളുടെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ടാണ് ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് ടാരോട്ട് കാർഡ്സ് എടുക്കാം. പാൽ നമ്പർ 2യുടെ ലൈഫിൽ ഈ ഒരു ഫുൾ മൂൺ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത്? ഓക്കെ, ഡെത്താണ് വന്നേക്കുന്നത്. ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഹീലിങ്ങിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഈഗോ ഡെത്ത് ആയിരിക്കാം. എന്തെങ്കിലും ഈഗോ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീലിങ്ങിലോട്ട് വരുന്നുണ്ടാകാം. കണ്ടോ, ന്യൂ ബിഗിനിങ്.
പുതിയ എനർജീസ് കടന്നു വരുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. 9 of Wands. പാസ്റ്റിലെ എന്തെങ്കിലും സ്ട്രഗിൾസ്, പാസ്റ്റിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് എഗെയിൻ റിലേഷൻഷിപ്പിലെ ബുദ്ധിമുട്ടുകളായിരിക്കാം. സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ കാർമിക് ഡെപ്ത്സ് ഉണ്ടാകും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസിൽ ഒരു ഹീലിംഗ് ആണ്. മെൻ്റൽ ടെൻഷൻസ്, ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അവിടെയെല്ലാം കുറച്ച് പേർക്ക് പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ന്യൂ ഓഫർ, ന്യൂ മെസ്സേജസ്, രണ്ടാമതൊരു അവസരം, സെക്കൻഡ് ചോയ്സ്, അതെല്ലാം കുറച്ച് പേരുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഈ ഒരു ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് സെൽഫ് കെയർ റുട്ടീനിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കണക്ട് വിത്ത് യുവർ വൂംബ്. നിങ്ങളുടെ ഫെമിനിൻ എനർജീനെ കുറച്ചും കൂടെ നർച്ചർ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഹോർമോണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് വൂം ചക്ര ഹീലിംഗ് ആണ്. പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജീസ് ഈ ഒരു സ്പേസിലായിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, സപ്രസ് ചെയ്ത് വെക്കുന്നത്. അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ടും റിലീസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയാണ്. ഇവിടെ റീഡ് വന്നിട്ട് നല്ല നല്ല ബുക്സ് വായിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് കൊണ്ടുതരുന്ന ന്യൂ ഐഡിയാസ്, കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പാൻഷൻ കൊണ്ടുതരുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കൂടുതലും ബുക്സ് ആയിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് ഐ പ്രൊട്ടക്ഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കണ്ണുകൾക്ക് ആവശ്യത്തിന് വിശ്രമം കൊടുക്കുക. ഇവിടെ വന്നിട്ട് മസാജാണ്. നിങ്ങളുടെ ബോഡി ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. ബോഡി പെയിൻ, ഹെഡ് ഏക്ക്, ഓക്കെ. കുറച്ച് പേർക്ക് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് മ്യൂസിക്കിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ചെക്കപ്പും കാണുന്നുണ്ട്. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട്, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. ഡു വാട്ട് യു ലവ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നത്, അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. ബാക്കിൽ ക്രിയേറ്റ് യുവർ ഓൺ സൺഷൈൻ. സൺഷൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യപ്രകാശം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വെളിച്ചം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടാകാം. നിങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് കുറച്ചൊരു അറ്റൻഷൻ, കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. നെക്സ്റ്റ്, ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്? പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. ഹയറോഫന്റ് ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒത്തിരി മാറ്റങ്ങൾ, ചേഞ്ചസിൽ കൂടെ നിങ്ങൾ പോകുന്നതാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ്. കുറച്ച് പേർക്ക് ബാലൻസ് വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം അതും കുറച്ച് പേര് മനസ്സിലാക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ മഹാലക്ഷ്മിയുടെ എനർജിയും വരുന്നുണ്ട്. നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക്
കുറച്ചുകൂടെ അവെയർ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നത്, അവിടെ കുറച്ചൊരു അവെയർനെസ്സിൻ്റെ ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസരം സന്ദർഭം അറിഞ്ഞ് നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻ്റലിജൻസ്, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി, വിസ്ഡം, അതൊക്കെ നന്നായിട്ട് ചാനൽ ചെയ്യാനായിട്ടാണ് ഈ ഒരു ദിവസം പറയുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം. കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, ഒരു ഹെൽപ്പിൻ്റെ എനർജി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജിയിൽ ഒരു ബാലൻസ് ആയിരിക്കാം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. അഗെയിൻ സൺ വന്നിട്ടുണ്ട്. ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ഇവിടെ ആക്ടിവേറ്റ് ആകുന്ന ഒരു എനർജിയാണ്. കുറച്ചും കൂടെ കോൺഫിഡൻസിൻ്റെ എനർജിയിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൽ അഗെയിൻ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആണ് കാണുന്നത്. കുറച്ച് പേർക്ക് കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളുടെ വിസ്ഡം ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനായിട്ട്, ലൈഫിൽ വേണ്ട കാര്യങ്ങളിൽ മുന്നിട്ട് നിന്ന് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പല സിറ്റുവേഷൻസും എൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടും ഒരു ബ്ലെസ്സിങ് കുറച്ച് പേരുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്, ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. ഒൺലി തിങ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വിസ്ഡവും കറക്റ്റ് സ്പേസിൽ കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേര് ഇന്ന് ഒത്തിരി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാകാം. പല കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക, എവിടെയാണ് ചേഞ്ച് കൊണ്ടുവരേണ്ടത്, അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്, ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അതെല്ലാം കുറച്ച് പേര് അസസ് ചെയ്യുന്നതായിട്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.